മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പോലീസ് അറിയിച്ചു. എസ് രാഗിൻ വിവരങ്ങളുമായി ചേർന്നു. രാഗിൻ, ജാമ്യത്തിന്റെ ഉപാധികൾ എന്തൊക്കെയാണ്? പോലീസ് എന്താണ് കോടതിയെ അറിയിച്ചത്? സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിരുന്നു. സർക്കാർ അറിയിച്ചത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ്. അതിനുശേഷമാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 25,000 രൂപയുടെ ബോണ്ട്, 2 ആൾ ജാമ്യം, ഇതാണ് വെച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ ജാമ്യത്തിൽ വിടണമെന്നുകൂടി പോലീസിന് നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ ഒക്ടോബർ 27-നായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. അവിടെ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ വനിതാ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്നതാണ് കേസ്. അതിനുശേഷം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 354A, 354 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. ആദ്യം 354 വകുപ്പാണ് 354A വകുപ്പാണ് ചുമത്തിയത്. ആ ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും. അതിനുശേഷം മറ്റൊരു 354 വകുപ്പ് കൂടി ചുമത്തി. ജാമ്യമില്ലാ വകുപ്പ് കൂടി വന്ന ഒരു പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തിയത്. ഇതിൽ സുരേഷ് ഗോപിയുടെ വാദം കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ നിലപാടും കോടതി അറിഞ്ഞിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറ്റപത്രം പോലീസ് നൽകിയിരുന്നതാണ്. എന്തായാലും ഇനി ഒരുപക്ഷെ പോലീസിന്റെ സമൻസിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളായിരിക്കും ഇതിൽ ഉണ്ടാവുക. ശരി, വ്യക്തമാണ്.